കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലുള്ള 23 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിര. പെൺകുട്ടിയാണ് ഇക്കാര്യം പോലീസിനോട് പറഞ്ഞത്. പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ കൊച്ചി പനമ്പള്ളി നഗറിൽ സംഭവിച്ചത്. രാവിലെ 5 മണിയോടുകൂടി ഈ പെൺകുട്ടി പ്രസവിക്കുന്നു. അതിനുശേഷം ശുചിമുറിയിലാണ് പ്രസവിച്ചത്. അതിനുശേഷം വീട്ടുകാരറിയാതെ ഈ പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കുട്ടിയെ കഴുത്തിൽ ഷോള് കുരുക്കിയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വലിച്ച് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് എറിയുകയായിരുന്നു. അതിനിടയിൽ അവിടെ തട്ടി കുട്ടിയുടെ മൃതദേഹം റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഈ കുട്ടിയെ പൊതിഞ്ഞ് എറിയാൻ ഉപയോഗിച്ച ആമസോൺ ഡെലിവറി കൊറിയർ കവറാണ്. ആ കവറിൽ ഈ കുട്ടിയുടെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ QR കോഡ് ഉണ്ടായിരുന്നു. ഇതെങ്ങോട്ടാണ് ഡെലിവറി ചെയ്തതെന്നുള്ള അഡ്രസ് പോലീസിന് ലഭിച്ചത് ഈ QR കോഡിൽ നിന്നാണ്. ഈ QR കോഡിൽ നിന്ന് പോലീസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അപ്പാർട്ട്മെന്റിലെ ഈ പെൺകുട്ടിയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യുന്നതിൽ അവരെല്ലാ വിവരങ്ങളും സമ്മതിക്കുകയായിരുന്നു. പെൺകുട്ടി എല്ലാ വിവരങ്ങളും സമ്മതിച്ചു. മാതാപിതാക്കൾ പറയുന്നത് തങ്ങൾക്ക് മകൾ ഗർഭിണിയായിരുന്ന കാര്യം അറിയില്ലായിരുന്നു. ഇന്ന് ഇത്തരത്തിൽ പ്രസവം നടന്നത് അറിയില്ലായിരുന്നു. പോലീസ് വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു സൂചന ലഭിക്കുന്നതെന്നാണ് മാതാപിതാക്കളുടെ മൊഴി. പെൺകുട്ടി ഒരു റേപ്പ് വിക്ടിമാണ് എന്ന തരത്തിലാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം ഉണ്ടായത്. ഇനി അതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, ആ കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അതുകൊണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യനില വീണ്ടെടുത്ത ശേഷമായിരിക്കും തുടർ ചോദ്യം ചെയ്യലും നടപടികളും ഉണ്ടാകുക.